ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വണ്ടി അടുത്ത ലോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം തുംകൂരാണ് ഇവിടുന്ന് ഒരു ഏകദേശം 70 കിലോമീറ്റർ. ഞാനിപ്പോൾ ഉള്ളത് തിപ്തൂര് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 70-75 കിലോമീറ്റർ പോകാനുണ്ട് തുംകൂരു. അപ്പോൾ ഇവിടുന്ന് ലോഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തുംകൂരിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ചിലപ്പോൾ അഥവാ ഇവിടുന്ന് ലോഡ് കിട്ടിയാലോ എന്ന് വെച്ചാൽ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന്. ഇല്ലെങ്കിൽ നേരെ തുംകൂര് പോകണം. നേരെ കാണുന്ന റോഡ് അങ്ങോട്ടേക്ക് നമ്മുടെ ചിക്കമംഗലൂരു ആ റൂട്ടിലേക്കെല്ലാം പോകാൻ പറ്റുന്നതാണ്. തിപ്തൂര് ടൗണിലേക്കുള്ള അങ്ങോട്ടേക്കാണ്. പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് നേരെ നമ്മുടെ തുംകൂര് സൈഡിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ബാംഗ്ലൂർ തുംകൂരെല്ലാം പോകണമെങ്കിൽ ഈ റോഡിലേക്ക് പോകണം. നല്ല അടിപൊളി തെങ്ങിൻ തോപ്പും നല്ലൊരു സ്ഥലമായിരുന്നു. കുറച്ച് നേരത്തെ നല്ല തണലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഭാഗത്തേക്ക് സൂര്യൻ കൊണ്ട് നീങ്ങിക്കൊണ്ട് ഇപ്പോൾ ആ ഭാഗത്ത് തണലായിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ച് വെയിറ്റ് ചെയ്യുന്നു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ നോക്കിയട്ടെ, മിൽമ പാല് പോലത്തെ നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ നന്ദിനി പാല്, തൈര്, അതൊക്കെ മോശമായതാണെന്ന് തോന്നുന്നുണ്ട്. എവിടുന്നോ എന്നിട്ട് ആരോ കൊണ്ട് ഇവിടെ റോഡിൽ തള്ളിയിട്ടാണുള്ളത്. അപ്പോൾ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കാം. അതാണ് ഇനി ബാക്കിയുള്ള ഇത്. ചോറ് റെഡി, കറിയും റെഡി. അപ്പോൾ ഞാനിവിടെ വണ്ടി നിർത്തിയം ഇവിടെ ഉള്ളൊരു വീട്ടിൽ ഇവിടെ ചായ കുടിക്കാൻ വന്ന സമയത്ത് അവർ പറഞ്ഞു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തോ, ഇവിടെ കുഴപ്പമില്ല, സേഫാന്ന് പറഞ്ഞിട്ട് അവരെ CCTV എല്ലാം ഉണ്ട്, ഓക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പാർക്ക് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇവരെ മോനാണിത്. മോനെ ഒന്ന് പരിചയപ്പെടാം. ഇവനും കന്നഡ മാത്രമേ അറിയൂ. എന്നാലും കുറച്ചായിട്ട് നമ്മൾ എനിക്കറിയുന്ന കന്നഡയിൽ ഞാൻ കുറച്ച് സംസാരിച്ച്. ಹೆಸರು ಏನು? നിക്കിത ആരാധ്യ എന്ന് ഇവന്റെ പേര്. അപ്പോ വെളിച്ചടിക്കുന്നതുകൊണ്ട് ശരിക്കും കാണുന്നില്ല. നിക്കിത ആരാധ്യ ഇത് രാജോ. ഓക്കെ ഇതാണ് നിക്കിത ആരാധ്യ. അപ്പോൾ നിക്കിത ആരാധ്യന്റെ വീടാണിത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വണ്ടി വെച്ച കുഴപ്പമൊന്നുമില്ല, സേഫാണ്, ക്യാമറ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ക്യാമറ ഉണ്ട്. ഇവരുടെ തന്നെ സർവീസ് സ്റ്റേഷനാണ് തൊട്ടടുത്തുള്ളത്, അവിടെ താഴെ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇവിടുന്ന് ലോഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പോകാണ്ടെന്നേ ഈ തിപ്തൂർ എന്ന സ്ഥലത്ത് നിന്ന്. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. രാത്രി ഫുള്ളായിട്ട് എന്താ പറയുക, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ജാക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ടോ വന്ന്. അപ്പോൾ ഇവിടെ തന്നെ വെച്ച് ഉറങ്ങിയത്, ഇവരെ വീട്ടിൻ്റെ അടുത്താണ് വെച്ച് ഉറങ്ങിയത്. അപ്പോൾ ഇവിടെ ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടാണുള്ളത് വണ്ടിക്ക്. ഈ വണ്ടി ഞാൻ കയറിയിട്ട് ഗ്രീസ് അടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇതെല്ലാം കരയാൻ തുടങ്ങിയിട്ടുണ്ട്, ഒച്ച വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോഡായിട്ടില്ല ഇതുവരെ. അപ്പോൾ വെയിറ്റിങ്ങില്ല. അപ്പോൾ ഈ പണിയെങ്കിലും നടക്കട്ടെ എന്ന് വെച്ചിട്ട് ഇത് നടത്തുക. അപ്പോൾ ഗ്രീസിങ്ങിന്റെ പണിയെല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ദേവരഹള്ളി, നമ്മളിപ്പോ തിപ്തൂരിന്ന് വണ്ടി, അതായത് ലോഡ് തിപ്തൂരിന്ന് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം തുംകൂര് ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ തുംകൂരിൽ ലോഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ദേവരഹള്ളി, ബൊമ്മനഹള്ളി എന്നെല്ലാം പറഞ്ഞ ഇവിടെ സ്ഥലങ്ങൾ കഴിഞ്ഞു. നല്ല റൈറ്റ് സൈഡിൽ നല്ല മലകളൊക്കെ, കല്ലൊക്കെ ഉരുണ്ട് വീഴാൻ പോകുന്നുണ്ട് മുകളിൽ നിന്ന്. വലിയ വലിയ കല്ലുകളൊക്കെ. സൂപ്പർ കാഴ്ചകളാണ് ഈ റൂട്ടില്. KB ക്രോസ് 11 കിലോമീറ്റർ, ഹൊളിയാർ 47, തുംകൂർ 65, സീറ 80, മൈസൂർ 142, ബാംഗ്ലൂർ 157, ഹോസ്കോട്ടെ 168. അങ്ങനെ കിബ്ബനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് ഹിരിയൂർ 83 കിലോമീറ്റർ, പിന്നെ ചിക്കനായകനഹള്ളി, പിന്നെ തൂവക്കര എന്ന സ്ഥലത്ത് വലത്തോട്ടേക്ക്. നമ്മൾക്ക് നേരെ പോകണം തുംകൂരേക്ക്. തുംകൂർ 55 കിലോമീറ്റർ ഇവിടുന്ന്. റോഡ് നല്ല നീളത്തിലങ്ങ്, അതായത് ഹൈദരാബാദിലേക്കെല്ലാം പോകുമ്പോൾ പോലത്തെ റോഡാണ് നേരെ കാണുന്നത്. കിലോമീറ്ററുകളോ അങ്ങ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. രാജതന്ത്രിപുര ടോൾ ഗേറ്റ്. നിട്ടൂർ 19 കിലോമീറ്റർ, ദബാസ്പേട്ടെ 67, നെലമംഗലം 89, ബാംഗ്ലൂർ 119.
നല്ല വീതിയിൽ ഇവിടെ റോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. പക്ഷെ 2 വരിയേ ഉള്ളൂ ഒരു സൈഡ്, ഒരു സർവീസ് റോഡ്. കൊണ്ടിലി ക്രോസ്. എന്താണോ ഈ കൊണ്ടിലി ക്രോസ്? സ്ഥലത്തിന്റെ പേരാമോ? നേരത്തെ എന്തോ ഒരു കൊപ്പ ക്രോസ്, കുപ്പി ക്രോസ് ആണ് കണ്ടിട്ട്. റോഡ് എന്തായാലും അടിപൊളിയാ, സൂപ്പറായിട്ടുണ്ട് ഈ ഭാഗത്ത് മൊത്തത്തിൽ. പക്ഷെ വാഹനങ്ങൾ വളരെ കുറവാണ് ഈ റോഡിൽ പകൽ സമയത്ത്. ഇതെന്താണൊരു ലൈൻ? ദൊഡ്ഡഗുനി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാന്ന് തോന്നുന്നുണ്ട്, അങ്ങോട്ട് ലെഫ്റ്റ്. RTCയുടെ, അതായത് കർണാടക സ്റ്റേറ്റിന്റെ സരിഗ ബസിന്റെ മിന്നൽ പാച്ചലാണ്. നല്ല മഞ്ഞ പൂക്കളുള്ള ചെടികളൊക്കെ നടുവിലെ ഡിവൈഡറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഈ സൈഡ്. ഭോഗസാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു റോഡത്. ഒന്നും കൂടി ഭംഗിയുണ്ട്, ചെടികള് ചുവപ്പും മഞ്ഞയും കലർന്നിട്ട്. മെയിനായിട്ട് തെങ്ങിൻ കൃഷിയും കവുങ്ങ് 2 തരാണ് ഇപ്പം കൂടുതലും കാണുന്നത്. തെങ്ങ് കവുങ്ങ് കൃഷികൾ. കുണ്ടറന ഹള്ളി, ഇതൊക്കെ ഹള്ളികളാണ് ഇവിടെ ഉള്ളത്. ഈ തിത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇന്റർനാഷണൽ ലെവലിൽ വരെ കോക്കനട്ടിന്റെ എന്തോ ഒരു മാർക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇന്നലെ അവര്. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത വീട്ടിലെ ഫാമിലി പറഞ്ഞത്. തേങ്ങന്റെ മെയിൻ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് വണ്ടികൾ ലോഡ് കയറ്റി, അതായത് തേങ്ങയും ചകിരിയെല്ലാം ആയിട്ട് പോകുന്നുണ്ടായിരുന്നു തമിഴ്നാട് വണ്ടികൾ കൂടുതലും. നമ്മൾക്ക് ഒരു ലോഡ് കിട്ടിയിരുന്നു അവിടുന്ന് തിത്തൂരിൽ തന്നെ, കൊപ്ര കയറ്റിയിട്ട് കങ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. പക്ഷെ ഈ വണ്ടിയിൽ 10 ടണ്ണേ കയറ്റാൻ പറ്റും. അപ്പൊ അവർക്ക് അത് പോരാ, അവർക്ക് 12 ടണ്ണ് കയറ്റണം. അപ്പൊ ആ ഒരു ഇതില് നമുക്ക് ഇത് വിട്ടുപോയി ആ ട്രിപ്പ്. ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇപ്പൊ അവിടെ തിത്തൂർ മാർക്കറ്റിൽ പോയിട്ട് ലോഡ് കയറ്റുന്നതായിരുന്നു, പക്ഷെ അത് മിസ്സായി. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തുംകൂരേക്ക് തിരിച്ചു പോകേണ്ട വന്നില്ലേ. ഹൊസക്കെരെ സ്ഥലത്തിന്റെ പേര്. നിട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ട ഇതാണ് ജംഗ്ഷൻ, നിട്ടൂർ. ഇവിടെ ഈ റോഡിൽ മൊത്തം ഉണക്കാനിട്ടത് നമ്മുടെ കവുങ്ങിന്റെ പാളകളാണ്. എന്തോ പാത്രങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ലേ, അതാ ഇപ്പൊ ഇവിടെ കാണുന്ന റോഡിലൊക്കെ മൊത്തം. ആ റോഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് അവര് ഉണക്കാട്ടിട്ടുള്ളത്. അതുപോലെ വൈക്കോല് ഉണക്കായിട്ടുണ്ട്. വാട്ടർമെലന്റെ ബിസിനസ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. കട്ട് ചെയ്തിട്ടായാലും ഫുള്ളായിട്ടായാലും അതിന്റെ ജ്യൂസ് ആയാലും എല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ കരിമ്പിൻ ജ്യൂസ്. ഗുബ്ബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ട വഴിയായത്. ഗുബ്ബിയില് നമ്മളിപ്പോ ഗുബ്ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ബൈപ്പാസിന്റെ ജോലി, റോഡിന്റെ വർക്ക് തീരാത്തതുകൊണ്ട് ഇപ്പൊ ടൗണിലേക്ക് കൂടി വരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സിംഗനഹള്ളി എന്നാണ് പേര്. ഇവിടുന്ന് 1 വേ ആണ്, അപ്പൊ ലെഫ്റ്റ് തിരിഞ്ഞു പോകണം. തുംകൂരു 17, ബാംഗ്ലൂർ 90. സാന്ദ്ര. ഇവിടെയാണ് നന്ദിനിയുടെ മിൽക്ക് ഫാക്ടറി എന്ന് തോന്നുന്നുണ്ട്. അവിടെ കുറെ വണ്ടികളും പിന്നെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ നന്ദിനിന്റെ പെയിന്റിലുള്ള നീലയും വെള്ളയും പെയിന്റിലുള്ള ഒരു ബിൽഡിംഗ്, വലിയൊരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. ടോൾ റോഡ് എൻഡ്സ്. തുംകൂരു 12, ഡബാസ്പേട്ട 30, നെലമംഗലം 52, ബാംഗ്ലൂർ 81, ഹോസ്കോട്ടയം 6. അപ്പൊ ടോൾ റോഡ് തീർന്നു. അപ്പൊ ടോൾ റോഡ് ബൈ. സിദ്ധാർത്ഥ നഗർ. ಹೆಗ್ಗೆರೆ. വെൽക്കം ടു കലപത്തറു നാടു ആൻഡ് സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തുംകൂർ. അങ്ങനെ തുംകൂരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിന്റെ
സാധനങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇടാം. അപ്പോൾ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും രണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. 2 തരം ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട് ഞാനിപ്പം. അതായത് സവാള എന്നും പറയും, ഉള്ളി. അത് നല്ലോണം മൂത്തരം. ഇനിയിപ്പം ബാക്കി ഐറ്റംസൊക്കെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അങ്ങനെ കൂടുതൽ ഞങ്ങളൊന്നും വീട്ടിൽ ഉപയോഗിക്കുമ്പോഴൊന്നുമില്ല, ചെറിയ രീതിയിൽ. ഇനി വെള്ളം അത്യാവശ്യം ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, ഇനി മല്ലിപ്പൊടി 2 സ്പൂണ്, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല ഉണ്ട്. അതായത് ഒരുതരം ഇത് ഇറച്ചി മസാലയാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊത്തി വെച്ചിട്ട് കുറച്ച് നല്ല തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 മുട്ടയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ എടുത്ത് വെച്ച അരി ഇടണം. അപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതും അരി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് മൂടിക്കൊടുക്കാം. അപ്പോൾ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ തുംകൂർ തന്നെ ഉള്ളത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കൊക്കെ ഉറങ്ങി പെണീച്ചതാണ്. അപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയായി. ഇനിയിപ്പം ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബാത്റൂം യൂസ് ചെയ്യണം, കുളിക്കാനും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ലോഡൊന്നും ആയിട്ടില്ല ഇതുവരെ. തുംകൂർ വന്നിട്ടും ലോഡായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് ഒരു ലോഡ് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് നമ്മൾ എത്തുന്ന സമയം പറ്റിയില്ല. അതിന് മുന്നേ എത്തണമെന്നാണ്. നമുക്ക് വണ്ടി ഓടിയെത്തുന്ന സമയമല്ലാണ്ട് അതിന് മുന്നേ നമുക്ക് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ക്യാൻസലായി. അപ്പോൾ കമ്പനി പറഞ്ഞ് നമുക്ക് കുഴപ്പമില്ല, അവിടെ വെയിറ്റ് ചെയ്യുന്നിട്ടുണ്ട്. നാളെ മിക്കവാറും കിട്ടുമായിരിക്കും. കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇനി പറയുന്നില്ല, നിങ്ങൾ ചെയ്യുന്നറിയാം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു ശുഭരാത്രി എല്ലാവർക്കും. നന്ദി. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.